ഹലോ. എടി എടി പിന്നെ എനിക്ക് ഏതു നേരം എന്തോ ഒരു വിഷമം പോലെ. കാരണം എന്താണെന്നൊന്നും അറിയില്ല, ഒരു വിഷമം. അതെ, എനിക്ക് എനിക്ക് ഡിപ്രഷനാണെന്ന് തോന്നുന്നു. ഏ നിനക്കും അങ്ങനെയൊക്കെ ഉണ്ടെന്നാ? അപ്പോൾ പിന്നെ നിന്നോട് പറഞ്ഞിട്ട് കാര്യമില്ല. ഏ അങ്ങനെയുണ്ടോ? നമുക്ക് തലേ ഇതിനെപ്പറ്റി പിന്നെ സംസാരിക്കാം. ഞാൻ വിളിക്കാം. ശരി എന്നാ. ഞാൻ തന്നെ ഇവിടെ ഡിപ്രഷൻ അടിച്ച് പണ്ടാരടെ ഇരിക്കുമ്പോഴാണ് അവളുടെ ഒരു സങ്കടം പറച്ചില്. എൻ്റെ സങ്കടങ്ങൾക്ക് ഇവിടെ ആരുമില്ലേ? ഞാൻ കേട്ടാ മതിയോ മകളെ? ഇതാരാണപ്പാ? ഞാനാണ് മോളെ, നിന്റെ സ്വന്തം ഇൻസ്റ്റഗ്രാം. മോൾക്ക് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ വിഷമം വരാറുണ്ടല്ലേ? കല്യാണം കഴിഞ്ഞു പോയാല് ജോലിക്ക് പോകാൻ പറ്റുമോ എന്നോർത്ത് കരച്ചിൽ വരാറുണ്ടല്ലേ? 100 വർഷം കഴിഞ്ഞാല് ഇവിടെയുള്ള ആളുകൾക്ക് വെള്ളം കിട്ടുമോ എന്നോർത്ത് ഉറക്കം വരാറില്ലല്ലേ? ഇതിനൊക്കെ പുറമെ തനിക്ക് ഡിപ്രഷൻ ഉണ്ടെന്ന് ഓർത്ത് ചുമ്മാ ഡിപ്രഷൻ അടിച്ചിരിക്കാറുണ്ടല്ലേ? ആ അതാണ് ഓൾ ഡീറ്റെയിൽസ് ഐ നോ. ഇതൊക്കെ എങ്ങനെ നിങ്ങൾക്കറിയാം? ഇതൊന്നല്ല മോളെ, നീ ഉണ്ണുന്നത്, ഉറങ്ങുന്നത്, ഉണരുന്നത് പിന്നെ ആരും കാണാതെ നീ മൂക്കിൽ വിരലിടുന്നത് തൊട്ട് സകല ഉടായിപ്പോ ഞാൻ അറിയുന്നുണ്ട് മകളെ. അല്ല, അപ്പൊ ഞങ്ങളുടെ പ്രൈവസിക്ക് ഒരു വിലയില്ലേ? പ്രൈവസിയോ? അയ്യോ, ആരില്ല ഇതൊന്നും പറഞ്ഞിവിടെ ചിരിക്കാൻ. അല്ല, ഇതൊക്കെ അറിഞ്ഞിട്ട് ഇപ്പൊ നിങ്ങൾക്ക് എന്തിനാ? എന്താക്കാനാന്നോ? നീ ആ ഫോൺ ഇട്ടോ നോക്കൂ. നിങ്ങളിപ്പോൾ ഡിപ്രഷൻ അനുഭവിക്കുന്നുണ്ടോ? കരയാൻ തോന്നുന്നുണ്ടോ? അപമാനം തോന്നുന്നുണ്ടോ? ജീവിതത്തിന് അർത്ഥമില്ലെന്ന് തോന്നുന്നുണ്ടോ? എന്നാൽ പ്രതിവിധിയുണ്ട്. ജീവിതത്തെ നമ്മൾ മരണം കൊണ്ട് നേരിടണം.